പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മർക്കോസിൻ്റെ സുവിശേഷ പഠനത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ സുവിശേഷകൻ എന്താണ് പറയാൻ ശ്രമിച്ചത് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്താണ്? 1:1 മർക്കോസ് 1:1 ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. അപ്പോൾ മർക്കോസ് പറയാൻ ശ്രമിക്കുന്നത് യേശു ദൈവപുത്രനാണ്, യേശു മിശിഹായാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സൺ ഓഫ് ഗോഡ്, രണ്ട് ക്രൈസ്റ്റ് മെസ്സയ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈശോ പറയാൻ ദൈവം നമ്മളോട് മർക്കോസ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിന് 16 അധ്യായമാണ്. ഇപ്പോൾ 8-ാമത്തെ അധ്യായത്തിൻ്റെ ഏതാണ്ട് നടുക്ക് നമ്മളെത്തി. അപ്പോൾ ഇവിടെ പകുതിയാകുമ്പോഴേക്കും, ഈ സുവിശേഷത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും യേശുവിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന പകുതി വെളിപ്പെടുത്തൽ തരികയാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് അന്ധനെ സുഖപ്പെടുത്തിയത്, ഓർക്കുന്നുണ്ടല്ലോ. പകുതി വെളിപ്പെടുത്തൽ തരികയാണ്. ആ വെളിപ്പെടുത്തൽ പത്രോസ് അപ്പസ്തോലനിലൂടെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മർക്കോസ് പഠിക്കുമ്പോൾ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. 16-ാം അധ്യായത്തിൽ ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ വെളിപ്പെടുത്തലുണ്ടാവും. 8-ാം അധ്യായത്തിൽ ഇതിൻ്റെ ആദ്യത്തെ വെളിപ്പെടുത്തൽ. അപ്പോൾ ഇത് വളരെ ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഗഹനമാണ്, ആഴമുള്ളതാണ്, ഒരു സാധാരണ വായനയിൽ മനസ്സിലാവുന്നതല്ല. നന്നായിട്ട് വചനം മനസ്സിലാക്കാൻ കർത്താവിൻ്റെ കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എടുക്കുന്നത് മർക്കോസ് 8:27 മുതൽ 30 വരെ. ഈ ഭാഗം പഠിക്കുന്നതിന് മുമ്പ് കുറച്ചൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞു തരാം. അത് കേട്ടാലേ ഇനി അടുത്തുള്ള ഭാഗം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആദ്യ ഭാഗം നമ്മൾ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് എടുക്കുകയാണ് ഇനിയുള്ളൊരു സെഷൻ്റെ. അപ്പോൾ ഇത് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. എന്താണ് പത്രോസ് പ്രഖ്യാപിക്കുന്നത്? യേശു ആരാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഈ വചനഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്, വഴിത്തിരിവാണ്. ദൈവപുത്രനായ മിശിഹ, ഇതാണ് യേശുവിൻ്റെ ഐഡൻറ്റിറ്റി. യേശു ആര് എന്ന ചോദ്യത്തിന് മർക്കോസ് തരുന്ന ഉത്തരം ദൈവപുത്രനായ മിശിഹ. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി, യേശുവിൻ്റെ വ്യക്തിത്വം, യേശു ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ നടന്ന അപ്പസ്തോലന്മാർക്ക് ഇതുവരെയും മനസ്സിലായിരുന്നില്ല. എന്നാൽ അപ്പസ്തോലന്മാരിൽ 12 പേരിൽ ഒരാൾക്ക് ആദ്യമായി ഇത് മനസ്സിലാവാൻ പോവുകയാണ്. അതാണ് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത. ഒന്നാമത്, യേശു ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പസ്തോലന്മാരിൽ ഒരാൾക്ക് ആദ്യമായി മനസ്സിലാവാൻ പോവുകയാണ്. രണ്ടാമതായിട്ട്, ഈ വെളിപ്പെടുത്തൽ ഘട്ടം ഘട്ടമായിട്ടാണ്. അന്ധൻ്റെ അന്ധത മാറ്റിയത് ഘട്ടം ഘട്ടമായിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ യേശു ആര് എന്ന വെളിപ്പെടുത്തലും തരുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പൂർണ്ണമായ ഒരു മനസ്സിലാക്കൽ അല്ല. അത് നമ്മുടെ ഉള്ളിൽ അത് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ. കാരണം ഇപ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നതുകൊണ്ട് പത്രോസ് എന്താണ് ഉദ്ദേശിച്ചത് ഈ സ്റ്റേജിൽ, അത് പൂർണ്ണമല്ല. ക്രിസ്തു എന്നാൽ പത്രോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് വേറെ ഒരു കാര്യമാണ്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് മനസ്സിലാവും. എന്നാൽ ക്രിസ്തു എന്നതുകൊണ്ട് പിതാവായ ദൈവം ഉദ്ദേശിക്കുന്നത് മിശിഹ എന്നാൽ ആരാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി മെസ്സയ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ ക്രിസ്തുവാണ്, അത് മനസ്സിലായി. മിശിഹായാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. പക്ഷെ ദൈവപുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇത് ഇനി പിന്നെ മനസ്സിലാവും. ഇപ്പം ആരാന്ന് മനസ്സിലായി. ഈ വ്യക്തിത്വത്തിൻ്റെ ഉള്ളടക്കം പതുക്കെ മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് പത്രോസ് ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത്, അയ്യോ പത്രോസിന് എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായിട്ടില്ല. എല്ലാം അവസാനം മനസ്സിലാവും. ദൈവപുത്രനാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അത് മനസ്സിലായി. അവൻ നൂറ്റാണ്ടുകളായി യഹൂദജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ്, അത് മനസ്സിലായി.
പക്ഷെ എന്താണ് ദൈവപുത്രൻ എന്ന സംജ്ഞയുടെ അർത്ഥം? 2, എന്താണ് മിശിഹ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ദൗത്യം എന്താണ്, ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവൻ എങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ച പൂർണ്ണമല്ല, സാവകാശം പൂർണ്ണമാവും, ഘട്ടം ഘട്ടമായിട്ടേ പൂർണ്ണമാവൂ. മറ്റൊരു കാര്യം നമ്മൾ ഈ ആമുഖ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്, ഇവിടെ മുതൽ, ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് കേട്ടോ, ഇവിടെ മുതൽ റൂട്ട് മാറുകയാണ്. ഇവരുടെ യാത്രയുടെ റൂട്ട് മാറുകയാണ്. ഇത്രയും നേരം അപ്പസ്തോലന്മാർ യേശു സഞ്ചരിച്ചിരുന്നത് ഗലീലിയിലും പരിസര പ്രദേശങ്ങളിലും മാത്രമാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അവരുടെ വിശ്വാസരാഹിത്യത്തിൽ മനസ്സ് മടുത്ത് യേശു ഗലീലി വിട്ടു. ഇനി കർത്താവ് യേശു മിശിഹ ഈ ഭാഗത്ത് ഇവിടെ മുതൽ ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഗലീലി, ഇപ്പോൾ ഇത് ഗലീലിയാണെന്ന് വിചാരിച്ചോ. ഇത്രയും നാൾ നമ്മൾ ഈ 8 അധ്യായങ്ങളിൽ യേശു സഞ്ചരിച്ചിരുന്നത് ഗലീലിയിലും പരിസര പ്രദേശങ്ങളിലും, അതിന് തൊട്ടടുത്തുള്ള വിജാതീയരുടെ സ്ഥലങ്ങൾ, ആ ടെറിറ്ററിയാണ്. അപ്പോൾ ജിയോഗ്രഫിക്കലി കർത്താവ് അവിടെ ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ ഇനി ഈ വെളിപ്പെടുത്തൽ മുതൽ, ഈ വെളിപ്പെടുത്തൽ കിട്ടുന്ന ആ സംഭവം മുതൽ ഇവരുടെ യാത്ര, ജെറുസലേം ഇവിടാണ്, കുറച്ച് ദൂരെയാണ്, തലസ്ഥാന നഗരമാണ്, അവിടേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്ന സെക്ഷൻ ഒരു യാത്രാ വിവരണമാണ്, അതൊരു ട്രാവൽ നരേറ്റീവാണ്. നമ്മളിനി കാണാൻ പോകുന്നത് എങ്ങോട്ടുള്ളത്? ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്ര. എന്തിനുള്ള യാത്രയാണിത്? കൊല്ലപ്പെടാനുള്ള യാത്ര, വധിക്കപ്പെടാനുള്ള യാത്ര, പീഡിപ്പിക്കപ്പെടാനുള്ള യാത്ര, ഉയർത്തെഴുന്നേൽക്കാനുള്ള യാത്ര. അപ്പോൾ ഈ യാത്രക്കിടയിലാണ് ഇനിയുള്ള പാഠങ്ങളെല്ലാം തരുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജിയോഗ്രഫിക്കലി ദ സെറ്റിംഗ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ഫ്രം ദിസ് മോമെൻ്റ് ഓൺവേർഡ്സ്. ഇവിടെ മുതൽ ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ സെറ്റിങ് മാറാൻ പോവാണ്. ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ 8:27 മുതൽ, ഒന്ന് ശ്രദ്ധിച്ചോ, 8:27 മുതൽ 10:52 വരെ, 10:52 വരെ, 10:52 കഴിഞ്ഞാൽ 11 മുതൽ ഓശാനയാണ്, ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ്. അതായത് ജെറുസലേമിൻ്റെ വാതിക്കൽ എത്തി നിൽക്കുകയാണ് ഇവിടെ 10:52. ആ സെഷനാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതാണ് ഒരു ട്രാവൽ നരേറ്റീവ്, യാത്രാ വിവരണമാണ് ഇനി നടത്താൻ പോകുന്നത്. ഈശോ ജെറുസലേമിലേക്ക് ഒരു ടൂർ പോവാണ്, ജെറുസലേമിലേക്ക് ഒരു തീർത്ഥാടനം പോവാണ്. ആ തീർത്ഥാടനത്തിൽ ഈശോയ്ക്ക് എന്തെല്ലാം സംഭവിക്കുന്നു, ഈശോ എന്തെല്ലാം പഠിപ്പിക്കുന്നു, ഈശോ എന്തെല്ലാം മനസ്സിലാക്കി തരുന്നു, ഇതെല്ലാം നമ്മൾ കാണാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം. 8:27 മുതൽ 10:52 വരെ ട്രാവൽ നരേറ്റീവാണ്, യാത്രാ വിവരണമാണ്. ഇനി എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? അതാണ് അടുത്ത വിഷയം. ഈ ട്രാവൽ നരേറ്റീവിൽ ഈശോ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്? പഠിപ്പിക്കാൻ പോകുന്നത് ഒരു വിഷയമാണ്. ആ വിഷയമാണ് ദ വേ, വഴി. എന്ത് വഴി? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചില വാക്യങ്ങളൊന്നും എടുത്ത് വായിക്കാം. 8:27 വായിച്ചേ. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴി മധ്യേ, കണ്ടോ, വഴി, വഴി മധ്യേ. 8:27. 9:33 34, 9-ാം അധ്യായം 33 34 വായിക്കാം. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ, കാരണം തങ്ങളിൽ ആരാണ് വലിയവനെന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ. കണ്ടോ, വഴി, വഴി, വേണ്ട, മനസ്സിലായോ? പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വഴി. ഈ വഴി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് വഴി എന്ന് ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് പറയാം. 10-ാം അധ്യായം 17-ാം വാക്യം, 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. യേശു വഴിയിലേക്കിറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. എങ്ങോട്ടുള്ള വഴി? ജെറുസലേമിലേക്കുള്ള വഴി. മനസ്സിലായി, പോവാണ്. ഇനി അടുത്തത് 10:32. അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. കണ്ടോ, വഴി, വഴിയെ നടന്നു പോവുകയായിരുന്നു. ഇനി 10:46 എന്താണ്? അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയൊരു ജനക്കൂട്ടത്തോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബർത്തമേയൂസ് എന്ന അന്ധയാചകൻ
വഴിയരികിൽ. കണ്ടോ, ഇതെല്ലാം നടക്കുന്നത് വഴിയിലാണ്. ഇനി വിവരിക്കാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും നടക്കുന്നത് റോഡ് സൈഡിലാണ്, യാത്രക്കിടയിലാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ നമുക്ക് വലിയ വെളിപ്പെടുത്തലുകൾ കിട്ടും. ഇനി ഈ വഴിയാണത്. എന്തിനുള്ള വഴിയാണ്? കർത്താവ് നമ്മളെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ ആരാണെന്ന് വെളിപ്പെടുത്തി തരാൻ പോകുന്ന ആ യാത്രയുടെ വഴി. ഹല്ലേലൂയാ. മനസ്സിലായോ? അവൻ മനസ്സിലാക്കി തരാൻ പോകുന്ന വഴി അവൻ മനസ്സിലാക്കി തരാണോ? ഇതെല്ലാം നമ്മൾ ആലോചിച്ച് നോക്ക്. ഇത് പരിശുദ്ധാത്മാവല്ലേ എഴുതിയത്? അല്ലേ? ഇത് പരിശുദ്ധാത്മാവാണ് എഴുതിയത്. ഇത് മർക്കോസ് അല്ല എഴുതിയത്. മർക്കോസിന് ഇങ്ങനെ കണക്ക് കൂട്ടി എഴുതാൻ പറ്റുമോ? ഇത് മർക്കോസ് അല്ല എഴുതിയത്, ഇത് പരിശുദ്ധാത്മാവാണ് എഴുതിയത്. അതുകൊണ്ടാണ് ഇതെല്ലാം അങ്ങനെ കർത്താവ്. ഇനി 10:52 കൂടെ വായിച്ചെന്ന്. 10:52 യേശു പറഞ്ഞു, നീ പൊക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. അനുഗമിക്കുന്ന എവിടാ? യാത്രയിലല്ലേ? പോകുമ്പോൾ പുറകെ പോകുന്നതിനാണ് അനുഗമിക്കാന്ന് പറയുന്നത്. മനസ്സിലായോ? വഴിയേ പോവുകയാണ്. അതിനുശേഷമാണ് ജെറുസലേമിലേക്ക് കയറുന്നത്. അപ്പോൾ ഇവരെല്ലാം യേശുവിനെ അനുഗമിച്ച് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എന്താണ് ഈ വഴി? നമുക്ക് സുവിശേഷത്തിൻ്റെ ആരംഭത്തിലേക്ക് പോവാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. മർക്കോസ് 1:2. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. കണ്ടോ? വഴി. കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. അപ്പോൾ ഈ വഴിയെക്കുറിച്ചുള്ള 1-ാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കർത്താവിൻ്റെ വഴിയാണ്. കർത്താവിൻ്റെ വഴി. കർത്താവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ സുവിശേഷം വായിക്കുന്ന നമ്മൾ ഈ ഭാഗങ്ങൾ ഇനി വായിക്കുമ്പോൾ എന്താണ്? യേശുവിൻ്റെ വഴി എന്താണ്? അതിന് ഈ ഭാഗം വായിച്ചാൽ മതി. എന്താണ്, കുറച്ചുകൂടെ ശ്രദ്ധിച്ച്, എന്താണ് ക്രിസ്തു മാർഗം? എന്താണ് ക്രിസ്ത്യാനിറ്റി? എന്താണ് ക്രിസ്തീയത? എന്താണ് ക്രിസ്തീയ ജീവിതം? ഇത് വായിച്ചാൽ മതി. ഇതാണ് കർത്താവിൻ്റെ വഴി. കർത്താവിനെ അനുഗമിക്കുന്നവർ നടക്കേണ്ട വഴി ഇതാണ്. ഇത് ശ്രദ്ധിച്ചോളൂ. കർത്താവ് പോയ വഴി ഇതാണ്. യോഹന്നാനിൽ ഒരു വചനമുണ്ട്. എന്താണ്? അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഏതാണ് ആ വഴി? ഇതാണ് ആ വഴി. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആ വഴി. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഉണ്ടോ വഴി? ഈ വഴി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വഴിയാണ്. അടുത്ത കാര്യം എന്താണ്? ഇത് ശിഷ്യത്വത്തിൻ്റെ വഴിയാണ്. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാണ് ഒരു ശിഷ്യൻ. യേശുവിൻ്റെ ശിഷ്യൻ്റെ സ്വഭാവ രീതികൾ എന്തായിരിക്കണം, പെരുമാറ്റം എന്തായിരിക്കണം, കാഴ്ചപ്പാട് എന്തായിരിക്കണം. അപ്പോൾ ഈ ഭാഗത്തെ പ്രമേയം ശിഷ്യത്വമാണ്, ഡിസൈപ്പിൾഷിപ്പാണ്. അത് ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ പ്രമേയങ്ങളെല്ലാം ഇനി കാണാൻ പോവാണ്. ഇനി ഈ ഭാഗത്ത് മർക്കോസ് പഠിപ്പിക്കുന്നത് ആരാണ് യേശുവിൻ്റെ ശിഷ്യൻ. ഇപ്പം നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇത് കർത്താവ് പഠിപ്പിക്കാൻ പോകണം. അതാണ് ഈ വഴിയിലെ മറ്റൊരു പ്രമേയം, അല്ലെങ്കിൽ വഴിയിലെ പ്രധാന പ്രമേയം ശിഷ്യത്വമാണ്. ഇനി എന്താണ് വേറൊരു സാധനം എന്താണെന്നറിയാം? ഈ യാത്രാ വിവരണത്തിൻ്റെ അവസാനം എങ്ങനെയാണെന്നറിയാം? ഇത് അവസാനിക്കുന്നത് ബർത്തമിയൂസ് എന്ന അന്ധന് കാഴ്ച നൽകിക്കൊണ്ടാണ്. ഇത് തുടങ്ങിയത് എവിടാണ്? ഒരു അന്ധന് കാഴ്ച നൽകിക്കൊണ്ടാണ്. ആ കാഴ്ച ഘട്ടം ഘട്ടമായിരുന്നു. എന്നാൽ ബർത്തമിയൂസിന് കാഴ്ച പെട്ടെന്ന്, ഇൻസ്റ്റൻ്റായിട്ട്, വേഗം, അപ്പം തന്നെ, ഉടനെ. അപ്പോൾ ഈ യാത്രയുടെ അവസാനം നമ്മൾ ഈ 10:52 യേശു ആരാണ്, യേശുവിൻ്റെ വഴി എന്താണ്, യേശുവിൻ്റെ ശിഷ്യത്വം എന്താണ് വ്യക്തമാവും. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ ബർത്തമിയൂസിനെ സുഖപ്പെടുത്തുന്ന സംഭവം വിവരിച്ചിരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ആമുഖം പറഞ്ഞാണ്. നമ്മളതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഗൗരവമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി നന്നായിട്ട് എന്നെ ശ്രദ്ധിച്ച്, ഞാൻ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനമല്ല, ഞാൻ ഇത്രയും പറഞ്ഞതിനെ ഒന്നുകൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണത്. നമുക്ക് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. എന്താണ് മർക്കോസ് പറയാൻ ശ്രമിക്കുന്നത്? എന്താണ് മർക്കോസിൻ്റെ ഈ സുവിശേഷം വായിക്കുമ്പോൾ വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കണമെന്ന് മർക്കോസ് എന്ന സുവിശേഷകൻ എന്താണ് ആഗ്രഹിച്ചത്? യേശു
ദൈവപുത്രനായ മിശിഹായാണ്. ഇത് ആദ്യഘട്ടത്തിൽ ആർക്കും മനസ്സിലാവുന്നില്ല. യേശു തൻ്റെ ദൈവത്വം തെളിയിക്കാൻ, യേശു താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. യേശു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ ആദ്യകാലങ്ങളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കതുകൊണ്ടൊന്നും മനസ്സിലായില്ല. നമ്മൾ വീണ്ടും 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 അവനെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനായി, അത്ഭുതം പ്രവർത്തിക്കുന്നവനായി, അത്ഭുത പ്രവർത്തകനായി മാത്രം കണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയാണ്, അത് പോരാ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എന്ത് സംഭവിച്ചാൽ? നിങ്ങൾ ഞാൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുറേ അനുഗ്രഹങ്ങൾ മാത്രം വാങ്ങിയുള്ള ജീവിതമല്ല, മറിച്ച് യേശു ആരാണെന്ന് ശരിക്കും ആഴമായി മനസ്സിലാക്കേണ്ട ജീവിതമാണ്. ഇതാണ് മർക്കോസ് അടുത്തതായി പറയാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു, കടലിന് മീതെ നടന്നു, പരിസേരുമായിട്ട് അടയാളങ്ങളെ സംബന്ധിച്ച് തർക്കമുണ്ടായി, പാരമ്പര്യത്തെക്കുറിച്ച് തർക്കമുണ്ടായി, അന്ധന് കാഴ്ച കൊടുക്കുന്ന സംഭവം. ഇങ്ങനെ പടിപടിയായിട്ട് കർത്താവ് അനേകം സന്ദർഭങ്ങളിൽ തൻ്റെ ദൈവത്വം തെളിയിച്ചെങ്കിലും നമുക്ക് മനസ്സിലായില്ല. ഈ സന്ദർഭത്തിൽ അങ്ങനെ നിസ്സഹായരായിട്ട് നമുക്ക് വീണ്ടും ഈ വിശ്വാസത്തിൽ വളരാൻ പറ്റുന്നില്ല, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ പറ്റുന്നില്ല, ദൈവസ്നേഹത്തിൽ നമ്മൾ ഉയരുന്നില്ല. ഈ സന്ദർഭത്തിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ സുവിശേഷകൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ അവസ്ഥ അംഗീകരിച്ചിട്ട് നിങ്ങൾ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറ, കർത്താവേ എന്നെ ഒന്ന് സ്പർശിക്കണേ, എനിക്ക് കാഴ്ച കിട്ടുന്നില്ല, ഞാൻ അന്ധനാണ്, യേശു ആരാണെന്ന് മനസ്സിലാക്കാനാവാത്ത വിധത്തിൽ അന്ധത ബാധിച്ച ഒരാളാണ് ഞാൻ എന്ന് പറയുകയാണ്. അപ്പോൾ അവനോട് പറയുകയാണ്, കർത്താവേ എന്നെ സ്പർശിക്കണേ, ഇവനെ സ്പർശിക്കണേ. ഉടനെ എന്താണ്? കർത്താവ് ഉടനെ കൈക്ക് പിടിച്ചു, ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി, അവനെ തുപ്പി, അവൻ്റെ മേൽ കൈവച്ചു, അന്ധത മാറട്ടെ എന്ന് പറഞ്ഞു. കാണുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, വ്യക്തമായിട്ട് കാണുന്നില്ല, അവ്യക്തമായിട്ട് കാണുന്നുള്ളൂ. ആദ്യത്തെ ഘട്ടം ഇതാണ്. ആദ്യം നമുക്ക് മനസ്സിലാക്കി തരും, പക്ഷേ നല്ല ക്ലിയർ ആയിരിക്കില്ല. പതുക്കെ 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 കർത്താവ് ഇത് വ്യക്തമാക്കി തരും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി എന്താണ്? ഈ വ്യക്തമാക്കി തരുന്ന ആദ്യ ഘട്ടമാണ് 8-ാം അധ്യായത്തിൻ്റെ 27 മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ 8:27 മുതൽ നമ്മൾ 10-ാം അധ്യായത്തിൻ്റെ 52 വരെ ഒരു യാത്രയാണ്. ആ യാത്ര ജെറുസലേമിലേക്കുള്ള യാത്രയാണ്, ട്രാവൽ നരേറ്റീവാണ്. ആ യാത്ര ഗലീലി വിട്ട് ജെറുസലേമിലേക്കുള്ള യാത്ര. ആ യാത്രയ്ക്കിടയിൽ കർത്താവ് ഒരു വിഷയമാണ് പഠിപ്പിക്കുന്നത്, വഴി. അതിൻ്റെ ഉദാഹരണങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഓർമ്മയിലുണ്ടാവണം. വഴി എന്താണത്? വഴി കർത്താവിൻ്റെ വഴി, ശിഷ്യത്വത്തിൻ്റെ വഴി, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴി, യേശുവിൽ വിശ്വസിക്കുന്ന. ഇപ്പോൾ ഒരു പുരോഹിതൻ എങ്ങനെ ജീവിക്കണം, ആ വഴി. എന്താണ് ക്രിസ്തീയ മാർഗം, ക്രിസ്തു മാർഗം, എന്താണ് ക്രിസ്ത്യാനിറ്റി, അതാണ് ആ വഴി. അത് മനസ്സിലാക്കി തന്നിട്ട് കർത്താവ് ജെറുസലേമിലേക്ക് പ്രവേശിക്കും. ഇത്രയും പിടി കിട്ടിയോ? അതുകൊണ്ട് നമുക്ക് ഈ ആമുഖത്തോടു കൂടി വേണം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ കാണാൻ. കർത്താവ് നമുക്ക് കൂടുതൽ വചനം വെളിപ്പെടുത്തി തരാൻ. ഒന്ന് കണ്ണുകൾ അടച്ച് ഈ സമയത്തൊന്ന് ആഗ്രഹിച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, സാമുവേലിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു. സാമുവേലിനെ പോലെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, അരുളി ചെയ്യണമേ, ദാസനിതാ ശ്രവിക്കുന്നു. കർത്താവെ, യെശയ്യായിൽ 50 ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയതുപോലെ പ്രഭാതത്തിൽ ശിഷ്യനെ എന്ന പോലെ അവിടുന്ന് എൻ്റെ കാതുകളെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയം തുറന്നു തന്നു. ദൈവമേ, പ്രഭാതത്തിൽ ശിഷ്യനെന്ന പോലെ കാതുകളെ അങ്ങ് ഉണർത്തണമേ. ദൈവമേ, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും കാണിച്ചു കൊടുക്കാൻ മാത്രം ദൈവമായ കർത്താവ് യേശുവിനെ ഒരുക്കിയത് പ്രഭാതത്തിൽ വെളിപ്പെടുത്തൽ കൊടുത്തുകൊണ്ടാണ്. ദൈവമേ, ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്താണ് ക്രിസ്തീയ ജീവിതം, എന്താണ് ശിഷ്യത്വം, എന്താണ് ദൈവം ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു ജീവിതശൈലി, ഇത് മനസ്സിലാക്കി തരാൻ കർത്താവേ അവിടുന്ന് ഞങ്ങളെ വഴി, കർത്താവിൻ്റെ വഴി പഠിപ്പിച്ചു തരണമേ. ശിഷ്യത്വത്തിൻ്റെ വഴി പഠിപ്പിച്ചു തരണമേ. യേശു ആരാണെന്ന് പഠിപ്പിച്ചു തരണമേ. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തത കിട്ടിയാലേ ജീവിതത്തെക്കുറിച്ച് വ്യക്തത കിട്ടൂ. ഞങ്ങളുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയാലേ ആ ദൈവത്തെ എങ്ങനെ വിശ്വസ്തയോടെ സേവിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തത കിട്ടൂ. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വചന പഠനത്തിൽ നേരിട്ടും അല്ലാതെയും ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ സംബന്ധിക്കുന്ന, ടെലിവിഷനിലൂടെ സംബന്ധിക്കുന്ന, ശാലോം ടി വിയിലൂടെ ദൈവമേ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന, യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ മനസ്സിലാക്കാൻ സഹായിക്കണമേ. ഇതൊരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ആയിട്ട് മാറാതെ, ബൗദ്ധിക അഭ്യാസം, ബൗദ്ധിക വ്യായാമമായിട്ട് അധംപതിക്കാതെ കർത്താവിനെ മനസ്സിലാക്കാൻ, കർത്താവിനോടൊരു സ്നേഹം വർദ്ധിക്കാൻ, ദൈവമേ ആഴമായൊരു ദൈവാനുഭവം ഉണ്ടാവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.